ഒറ്റ മൈൻഡ് ഗുരുവായൂർക്ക് പോയാലോ. ക്ലാസ് എടുത്ത് തിരിച്ചു വന്നതിനപ്പോൾ കണ്ണനെ കാണാനൊരു തോന്നൽ. പിന്നെ ഒന്നും നോക്കില്ല, വീട്ടിൽ പറഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. 10:15 ട്രെയിന് ഞങ്ങൾ എത്തിയത് 10:30. എന്തോ ഭാഗ്യം ട്രെയിൻ കിട്ടി. പിന്നെ ഇരിക്കാനൊന്നും സീറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞാൽ സീറ്റ് കിട്ടിയത്. ഒരു 12:15 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഗുരുവായൂരെത്തി. നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തിലേക്ക് നടന്നു. അവിടെ ചെന്ന് ഓരോ കട്ടനൊക്കെ അടിച്ച് നേരെ ക്യൂ നിൽക്കാമെന്നാണെന്ന് വിചാരിച്ചേ. പിന്നെ വിചാരിച്ചു ഒന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കാം എന്ന്. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഒരു സ്ഥലത്തും റൂം അവൈലബിൾ അല്ലായിരുന്നു. ഒന്ന് വൈശാഖ മാസം ആയിരുന്നു, നല്ല തിരക്കായിരുന്നു. കുറേ നോക്കി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ക്യൂ നിൽക്കാമെന്ന്. ഒരു 1:30 ക്യൂ നിന്നിട്ട് 8:30 കഴിഞ്ഞു തൊഴുതിറങ്ങിയപ്പോൾ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഒന്ന് ഫ്രഷായി നേരെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ വിചാരിച്ചു ആനക്കോട്ടയിലേക്ക് പോവാം, ആനകളെ കാണാം എന്നൊക്കെ വിചാരിച്ച് നേരെ അങ്ങോട്ട് ചെന്നു. മെയിനായിട്ട് അങ്ങോട്ട് പോയതിൻ്റെ ഉദ്ദേശം ഇവനെ കാണാനാണ്. ഇവനെ കാണാൻ നല്ല രസം, ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ഫ്രഷ് ആവാൻ റൂം കിട്ടി കേട്ടോ. റൂം കിട്ടി ഒന്ന് ഫ്രഷായി നേരെ പ്രിയങ്ക സ്റ്റോറിൽ പോയി. എന്തോരം കുപ്പിവെള്ളമാണെന്നറിയോ, നല്ല രസമാണ്. പിന്നെ കുറേ മേടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി. ഒരു 4 മണിയോടെ അടുത്ത് ഞങ്ങൾ അങ്കമാലിയിലെത്തി. നേരെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ടാറ്റാ.